നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISL ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് എത്തുമോ? നമുക്കറിയാം, കഴിഞ്ഞ 2-3 സീസണുകളായിട്ട് തുടർച്ചയായിട്ട് പ്ലേ ഓഫ് കളിക്കുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇത്തവണയും അത്തരമൊരു നേട്ടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകണമെന്ന് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി പരിതാപകരമാണ്, അറിയാമല്ലോ. ഞാനിനി അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതില്ല. പോയിൻ്റ് പട്ടികയിൽ 11 കളികളിൽ നിന്ന് 11 പോയിൻ്റോടെ 10ാമത് നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് 6ാം സ്ഥാനത്തേക്കെങ്കിലും ഉയരാൻ പറ്റണം. ഇനി പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ 13 കളികളിൽ നിന്ന് തകർപ്പൻ പ്രകടനം നടത്തിയേ പറ്റൂ. സോ അതിനുള്ള സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. എന്നാൽ ആരൊക്കെ ഉണ്ടാകും ഇത്തവണത്തെ ടോപ്പ് 6? അതിനെക്കുറിച്ച് മനോലോ മാർക്കസ് ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മോഹൻ ബഗാനാണ് 10 കളികളിൽ നിന്ന് 23 പോയിൻറ്റുമായിട്ട് ഒന്നാമതെങ്കിൽ ബംഗളൂരു 11 കളികളിൽ നിന്ന് 23 പോയിൻറ്റുമായിട്ട് രണ്ടാമതുണ്ട്. ഒഡീഷ 12 കളികളിൽ നിന്ന് 19 പോയിൻറ്റുമായിട്ട് മൂന്നാമത്. പഞ്ചാബ് 9 കളികൾ 18 പോയിൻറ്റുമായി നാലാമത്. FC ഗോവ 10 കളികൾ 18 പോയിൻറ്റുമായിട്ട് അഞ്ചാമത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 11 കളികൾ 15 പോയിൻറ്റുമായിട്ട് ആറാമത്. കഴിഞ്ഞ ദിവസം ചെന്നൈയുടെ വിജയം, അവർക്കും 15 പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ജംഷഡ്പൂരിനും 15 പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ടൈറ്റാണ് കാര്യങ്ങൾ. തുടക്കത്തിലൊന്ന് പതറിയ ഗോവ പക്ഷേ അതിശക്തമായി തിരികെ വരികയും തുടരൻ വിജയങ്ങൾ നേടുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മനോലോ മാർക്കസിനോട് ടോപ്പ് 6 ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള ചോദ്യം വരുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയോട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാർക്കസ് മർഹുലാവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും ഇത്തവണത്തെ ISL എന്ന് പറയുന്നത് വെരി വെരി കോമ്പറ്റിറ്റീവാണ്. ദിസ് ഈസ് എ വെരി വെരി കോമ്പറ്റിറ്റീവ് സീസൺ. നോക്കുക, കഴിഞ്ഞ സീസണിൽ ഈ ഒരു സ്റ്റേജിലേക്ക് കളിയെത്തുന്ന ഘട്ടത്തിൽ ടോപ്പ് 5 ഓൾറെഡി പ്ലേ ഓഫ് എത്തും എന്ന കാര്യം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലി 6th സ്പോട്ടിന് വേണ്ടിയിട്ടാണ് സ്റ്റിൽ ഓപ്പണായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നത്, പോരാട്ടം നടന്നിരുന്നത്. ദെൻ ഷീൽഡിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ഒരു ഭാഗത്ത് നടന്നു. പക്ഷേ ഈ സീസണിൽ അങ്ങനെയല്ല. ആരൊക്കെയായിരിക്കും ടോപ്പ് 6 എത്തുക എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. മോഹൻ ബഗാൻ യെസ്, FC ഗോവ യെസ്, ദി അതർ ടീംസ് ഐ ഡോണ്ട് നോ എന്നാണ് അദ്ദേഹം പറയുന്നത്. മോഹൻ ബഗാൻ ഉണ്ടാകും, അവരാണ് ടോപ്പ് ടീം, എല്ലാവർക്കും അറിയാം. പിന്നെ FC ഗോവയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. സോ FC ഗോവയും ടോപ്പ് 6 ഉണ്ടാകുമെന്ന് പറയുന്ന മനോലോ മാർക്കസ് പക്ഷേ മറ്റുള്ളവരുടെ കാര്യം പറയാൻ കഴിയില്ല. അത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത്തവണത്തെ ISL എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ആ കോംപ്ലിക്കേഷൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ ഇപ്പോൾ നൽകുന്നത്. കാരണം ഓരോ സ്പോട്ടും ഇപ്പോഴേ അങ്ങനെ സീൽ ചെയ്തു പോയിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായേനെ. ഇപ്പം അങ്ങനെ ISL അങ്ങനെ സ്പോട്ടുകൾ സീൽ ചെയ്ത് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള മത്സരങ്ങൾ പൊളിച്ചടുക്കിയാലും ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ കഴിയുന്നതേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് സാധിക്കുമോ? ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം മാത്രം മികച്ചതല്ല. പക്ഷെ സാധിക്കണമെങ്കിൽ വലിയ ഒരു ബൂസ്റ്റ് അവരുടെ മൈൻഡ് സെറ്റിലുണ്ടാവണം, കോൺഫിഡൻസിലുണ്ടാവണം. അത് സംഭവിക്കാൻ ഏറ്റവും നല്ല മാർഗം കൊൽക്കത്തയെ, ലീഗിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനെ അവരുടെ മണ്ണിലിട്ട് തോൽപ്പിക്കുക എന്നതാണ്. നാളെ അതിനെങ്ങാനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ വെക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.